ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. തനി നാടൻ രുചിയിലുള്ള ഈ ഒരു ചിക്കൻ ബിരിയാണി വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ തനി നാടൻ രുചിയിലുള്ള ഈ ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഏകദേശം 2 കിലോ വരുന്ന ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നമ്മൾ വലിയ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള തൈര് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ടൊമാറ്റോ മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഓയിൽ കൂടിയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. 6 സവാള നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും പകുതി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സവാള ഫ്രൈ ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഈ സവാള നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. അതിനുശേഷം മസാലയും ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. ഇനി നമുക്കിത് അടച്ച് വെച്ച് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇതാ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള വലിയ ജീരകം, 5-6 ഏലക്ക, 6-7 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി ലോങ് റൈസ് ആണ്. ഈ റൈസ് നമ്മൾ കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പകുതി അടച്ചു വെക്കാം. റൈസ് ഓവർ കുക്കാവാതെ നോക്കുക. 90% മാത്രം കുക്കായാൽ മതി. റൈസ് കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇതാ ഇവിടെ 90% മാത്രമേ കുക്കായിട്ട് വന്നിട്ടുള്ളൂ. ഓവർ കുക്കായിട്ടില്ല. ഇനി നമുക്ക് റൈസ് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാന് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2-3 പച്ചമുളക് നടു കീറിയത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പാന് അടച്ചു വെക്കാം. 10 മിനിറ്റ് നേരം ഒന്ന് കുക്കാക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. 5 മിനിറ്റ് അടച്ചു വെച്ചും 5 മിനിറ്റ് തുറന്നു വെച്ചുമാണ് നമ്മൾ ഈ ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഓയിലെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനായിട്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസിന് മുകളിലൂടെ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. 1 ടേബിൾ സ്പൂൺ അളവിലുള്ള റോസ് വാട്ടർ ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരല്പം മാത്രം യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു നിർബന്ധവുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒനിയൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഇത് ദമ്മിലിട്ട് കൊടുക്കാം. റൈസ് നമ്മൾ ദമ്മിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം.
അപ്പോൾ ഇതാ തനി നാടൻ രുചിയിലുള്ള അടിപൊളി ചിക്കൻ ബിരിയാണി വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് കണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.